ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വെരാവൽ ജംഗ്ഷനിലാണ്. ഇതൊരു ഫുൾ ഡാർക്കിലുള്ള യാത്രയായിരിക്കും കേട്ടോ. വെരാവലിൽ നിന്ന് ജുനാഗഡിലേക്ക് ബ്രോഡ് ഗേജ് ട്രെയിനിന് ഒരു ചെറിയ ട്രിപ്പ് പോവാണ്. അപ്പോൾ രാജ്കോട്ട് പാസഞ്ചറിനാണ് പോകുന്നത്. ഈ കിടക്കുന്നത് നമ്മൾ ഇന്നലെ വന്നിറങ്ങിയ നമ്മുടെ തിരുവനന്തപുരം വെരാവൽ എക്സ്പ്രസിൻ്റെ റേക്കാണ്. ഇന്ന് രാവിലെ 6:30 വെരാവൽ തിരുവനന്തപുരമായിട്ടിത് തിരിച്ചു പുറപ്പെടും. നമുക്കെന്നാൽ പെട്ടെന്ന് പോയി നമ്മുടെ പാസഞ്ചറിലേക്ക് കയറാം. അത് ഏത് പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നതെന്ന് അറിയില്ല. നല്ല ഭംഗിയുള്ളൊരു സ്റ്റേഷൻ കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്. പഴയൊരു സ്റ്റേഷൻ ബിൽഡിങ്ങാണ്. പഴയ ബിൽഡിംഗ് ആക്ച്വലി പൊളിച്ച് പണിയാണ്. ഇന്നലെ ഇതൊന്ന് വിസ്തരിച്ചെടുക്കണമെന്ന് വിചാരിച്ചാൽ പറ്റിയില്ല. ഓട്ടോറിക്ഷക്കാർ ചുറ്റൊന്നും മാറുന്നില്ലായിരുന്നു. ഇന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് നമുക്കിന്ന് പോകേണ്ട വണ്ടി. സോംനാഥ് രാജ്കോട്ട് പാസഞ്ചർ. സോംനാഥ് പോകുന്നില്ല, വെരാവലിനാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ്. സോംനാഥിലുള്ള ലൈൻ ഇപ്പോൾ ടെമ്പററി ക്ലോസ്ഡ് ആണ്. ഈ വണ്ടിക്കാണ് നമ്മൾ പോവുക. സമയം 4:27, 4:45 ഇവിടെ നിന്ന് എടുക്കുന്നത്. നമുക്ക് കുറച്ച് ഫ്രണ്ടിൽ പോയിരിക്കാം. വേറെ ലോക്കൊന്നും കൂടി നോക്കാമല്ലോ. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. കാലിയൊന്നും അല്ല വണ്ടി, അത്യാവശ്യം തിരക്കുണ്ട്. ഈ റൈറ്റ് സൈഡിലാണ് ഇവിടുത്തെ മീറ്റർ ഗേജ് സെക്ഷൻ. നമ്മളിനി ഈ ദിവസം മറ്റൊരു ട്രിപ്പ് മീറ്റർ ഗേജിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടിയിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഈ 4:45 ട്രെയിന് കയറാൻ. ഗോസ്റ്റ് ട്രെയിൻ ആവുമെന്ന്. പക്ഷെ അങ്ങനെ അല്ല, അത്യാവശ്യം തിരക്കുണ്ട്. സീറ്റ് കിട്ടിയാൽ മതി എന്നായിപ്പോൾ എനിക്ക്. ഇതാണ് നമ്മുടെ ലോക്കോ 3740 ടു വഡോദരയുടെ വാപ്പ് 7. നമുക്കെന്നാൽ പതുക്കെ പോയി ഒരു കോച്ച് സീറ്റ് പിടിക്കാം. അപ്പോൾ അങ്ങനെ കൃത്യസമയമായ 4:45 നമ്മൾ വെരാവലിൽ നിന്ന് പുറപ്പെടുകയായി. ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് നേരം പിടിച്ചിടുന്ന ചോദിച്ച കാര്യം ഓപ്പോസിറ്റ് ലൈനിൽ ഓഖ വെരാവൽ എക്സ്പ്രസ് വരുന്നുണ്ട്. അപ്പോൾ അവനിന്ന് തൊട്ടപ്പുറത്തെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവനിവിടെ ഇങ്ങ് ഓടി എത്താൻ പറ്റുമായിരുന്നു ഈ സമയം കൊണ്ട്. പക്ഷേ നമ്മളെ തന്നെ ആദ്യം വിട്ടു. അപ്പോൾ അവനപ്പുറത്ത് നിർത്തിയിട്ട് അവിടെയിട്ട് ക്രോസിങ് ചെയ്യാനായിരിക്കും പരിപാടി. റൈറ്റ് സൈഡിലാണ് വെരാവലെ BG പിറ്റ് ലൈന്. അതിനപ്പുറത്തോട്ടായിരുന്നു MG പിറ്റ് ലൈൻസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ജുനാഗഡിലേക്ക് പോവാണ്. ഇതൊരു ആക്ച്വലി മീറ്റർ ഗേജ് ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. പോയിട്ട് അവിടെ നിന്ന് മീറ്റർ ഗേജ് ട്രെയിനെ തിരിച്ചു വരാനാണ് ഇത് ഉദ്ദേശം. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ നിങ്ങൾ മീറ്റർ ഗേജ് ട്രെയിനെ കാണാം. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. ആകെ 1.25 മണിക്കൂറാണ് യാത്രയുള്ളത്. അതും മൊത്തം ഇരുട്ടത്താണ്. അവിടെ എത്തുമ്പോഴേക്കും 6:50 ആവുള്ളൂ. കാര്യം ഇവിടെയൊക്കെ സൺറൈസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റായിട്ടാണ്. 7 മണി ഒക്കെയാണ് ഇവിടുത്തെ സൺറൈസ് ടൈം. അപ്പോൾ നമ്മൾ ജുനാഗഡ് എത്തുമ്പോഴേക്കും സൺറൈസ് ആവില്ല. അപ്പോൾ പാസഞ്ചർ ട്രെയിനാണിത്. 25 രൂപയായിരുന്നു ടിക്കറ്റ്. കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തത്. വണ്ടി കാലിയാണ്. ആകെ 1-2 യാത്രക്കാരൊക്കെ ഉള്ളൂ കോച്ചിൽ. ഈ കോച്ചിൽ ഇപ്പോൾ എൻ്റെ അപ്പുറത്ത് ഒരാളുണ്ട്. പുറകോട്ട് നല്ല തിരക്കുണ്ട്. കാര്യം ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തുണ്ടായിരുന്ന കോച്ചിലൊക്കെ നല്ല ആൾക്കാരുണ്ട്. ഇങ്ങോട്ട് ആൾക്കാർ തീരെ കുറവാണ്. പോകെ ഫുള്ളാണെന്ന് വിചാരിക്കുന്ന വേണ്ടി. അപ്പം ഈ ചെറിയ ദൂരത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു 10 സ്റ്റോപ്പോ മറ്റോ ഉണ്ട്. ചേട്ടൻ നല്ല പറക്കലായിരുന്നു കേട്ടോ. ഇപ്പോഴൊന്ന് സ്ലോ ഡൗൺ ചെയ്തു. അടുത്ത സ്റ്റേഷൻ എത്താനായിരുന്നു. അതിൻ്റെ സ്ലോ ഡൗണാണ് കാണുന്നത്. 100 സ്റ്റേബിളായിട്ട് പിടിച്ചിരിക്കുകയായിരുന്നു വണ്ടി. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് അദാരി റോഡ് സ്റ്റേഷനാണ്. ഇവിടെ ഒരു വാപ്പ് 7 ഹൗളർ ട്രെയിൻ കിടക്കുന്നുണ്ട്. ഇതാണ് ഓഖ വെരാവൽ എക്സ്പ്രസ്. നമ്മുടെ പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്. ഇവിടെ തിരക്കിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ലെഫ്റ്റോട്ട് കയറാൻ. ഞാൻ വണ്ടി വിടുമ്പോൾ ഡിപ്പാർച്ചർ പ്ലാറ്റ്ഫോം കാണിക്കാം, തിരക്കില്ലെങ്കിൽ.
മുംബൈ സെൻട്രൽ ഓഖ സോംനാഥ് എന്നാണ് ബോർഡ്. ഡാർക്ക് പ്ലാറ്റ്ഫോമിൽ തീരെ ഇല്ല, ലൈറ്റില്ല, ഒരു മനുഷ്യനുമില്ല ഇവിടെ. നമ്മൾ പോയി. അടുത്ത സ്റ്റോപ്പായി ചോർവാഡ് റോഡിലേക്ക് എത്താം. നമ്മൾ കണ്ടിട്ട് അത്യാവശ്യം തിരക്കുള്ള പോലെ ഉണ്ട്. അത്യാവശ്യം വലിയൊരു ടൗണാണ് തോന്നുന്നത് കേട്ടോ ഇത് ചോർവാഡ്. നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ സീറ്റിലോട്ട് തിരിച്ചു പോട്ടെ. മീൻവേൽ ഓപ്പോസിറ്റ് ലൈനിലൊരു വണ്ടി വരുന്നുണ്ട്. ഇത് ഗാന്ധിനഗർ ക്യാപിറ്റൽ സോംനാഥ് എക്സ്പ്രസ് ആയിരിക്കണം. വഡോദരയുടെ ആണ്. 39236 ആണെന്ന് തോന്നുന്നു ലോക്കോ നമ്പർ. വഡോദര ആണെന്ന് തോന്നുന്നു. വഡോദരയാണ് 39236. ഇതാണ് ഗാന്ധിനഗർ ക്യാപിറ്റൽ സോംനാഥ് എക്സ്പ്രസ്. ഇത് വെരാവൽ ബേസ് റേക്കാന്ന് തോന്നുന്നു. കാര്യം ഇന്നലെ ഇതിൻ്റെ റേക്ക് പിറ്റ് ലൈനിൽ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പുറപ്പെടാൻ തോന്നുന്നു. നമ്മൾ പുറപ്പെട്ടു. ഇനി നമുക്ക് മിക്കവാറും ജുനാഗഢത്തിന് മുമ്പ് ഒരു ക്രോസിംഗ് കൂടി ഉണ്ടാവും. അത് സൗരാഷ്ട്ര ജനത എക്സ്പ്രസ് ആണ് ബോംബെയിൽ നിന്ന് വരുന്നത്. ഇവർക്ക് ഈ വെസ്റ്റേൺ റെയിൽവേക്ക് RSA ഇല്ലാത്ത റേക്ക് ലിങ്കുകളില്ലെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ വണ്ടികളും ഞാൻ മിക്കവാറും കാണുന്ന എല്ലാ വണ്ടികളിലും ഒന്നിൽ കൂടുതൽ വണ്ടിയുടെ ഷെയർഡാണ്. ഇതിൽ ബോർഡ് കിടക്കുന്നത് തന്നെ വെരാവൽ ഗാന്ധിനഗർ ക്യാപിറ്റൽ ദൗലത്പൂർ ചൗക്ക് ആണ് ബോർഡ് കിടക്കുന്നത്. ജനറൽ കമ്പാർട്ട്മെൻറ്റൊക്കെ കാലിയാട്ടോ. അത്യാവശ്യം തണുപ്പുണ്ട് ഇവിടെ. സമ്മർ ആണെങ്കിലും തണുപ്പുണ്ട് ഇവിടെ. നമ്മുടെ അടുത്ത സ്റ്റേഷൻ മളിയ ഹട്ടീന എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തണം. ഫോർ എ ചേഞ്ച് ഇപ്രാവശ്യം അവർ എൻ്റെ സൈഡിലുള്ള പ്ലാറ്റ്ഫോമിൽ കൊണ്ട് നിർത്താൻ തീരുമാനിച്ചു. മാലിയ ഹട്ടീന ആരും ഇല്ല കയറാൻ. ഉണ്ട്, യാത്രക്കാരുണ്ട്. അത്ര കാലിയൊന്നുമല്ല. സമയം 5:24. അത്യാവശ്യം യാത്രക്കാർ കയറാനുണ്ട് ഇവിടുന്ന്. ഇവിടെയാണ് സ്റ്റേഷൻ ബിൽഡിങ്. നല്ല ഭംഗിയുടെ ഒരു പഴയ ബിൽഡിങ്ങാണ്. അത്യാവശ്യം ആൾക്കാർ കയറാണ്ടായിരുന്നു. വണ്ടി ഫുള്ളായിട്ടൊന്നുമില്ല. ഇത് ഇങ്ങനെയൊക്കെ തന്നെ പോകും തോന്നുന്നു വരെ. ഇന്ന് ആക്ച്വലി മഹാരാഷ്ട്രയിലെ ന്യൂ ഇയർ ഡേ ആണ്. ഗുഡി പാഡവയാണ്. കർണാടകയിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും യുഗാദിയാണ്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്ത നമ്മൾ അറിയുന്നില്ല. ഇന്ന് അത്യാവശ്യം ഇവിടെ ഗുജറാത്തിലെ അവസ്ഥ എനിക്കറിയില്ല. മഹാരാഷ്ട്രയിലും കർണാടകയിലും അതുപോലെ തമിഴ്നാട്ടിലും ആന്ധ്ര തെലങ്കാനയിലും അവധിയാണ്.
നമ്മൾ ഈ മാലിയ ഹാട്ടിൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ കുറച്ച് നേരം കിടന്നായിരുന്നു. കാര്യം നമ്മൾ നല്ലോണം ബിഫോർ ടൈം, നമ്മൾ ഏകദേശം 8 മിനിറ്റ് ഹെഡ് ഓഫ് ഷെഡ്യൂളിലൂടെ എത്തി. ഇനിയിപ്പോൾ കേശോദാണ് അടുത്ത സ്റ്റേഷൻ. കേശോദിലും നമ്മൾ നല്ലോണം ബിഫോർ ടൈം എത്തും. കാര്യം ഇവിടുന്ന് 16 കിലോമീറ്റർ അകലുള്ള കേശോദിലേക്ക് വേണ്ടി 1.5 മണിക്കൂർ റണ്ണിങ് ടൈം കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഒരു ക്രോസിങ്ങിന് വേണ്ടിയായിരുന്നു. ഇവിടെ വെച്ച് നമ്മൾ മറ്റേ സൗരാഷ്ട്ര ജനത്തെ ക്രോസ് ചെയ്യാനായിരുന്നു. പക്ഷേ അതിന് ഇത്തിരി ലേറ്റായിരുന്നു. നമ്മളങ്ങനെ മാലിയ ഹാട്ടിന എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. അടുത്തത് കേശോദാണ്. കേശോദിൽ വെച്ചാൽ നമുക്ക് ക്രോസിംഗ് ഇല്ല, പിന്നെ ക്രോസിംഗ് ഒന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ കേശോദ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ മറ്റേ ഓപ്പോസിറ്റ് വണ്ടി, അതായത് സൗരാഷ്ട്ര ജനത പ്ലാറ്റ്ഫോം നമ്പർ 1 എടുത്തിരിക്കുകയാണ്. നമ്മളെ ലൂപ്പിലേക്ക്, ഓപ്പോസിറ്റ് സൈഡിലെ ലൂപ്പിലേക്ക് കയറ്റി. നമ്മളിവിടെ ഹെഡ് ഓഫ് സ്കെഡ്യൂളാണ്. ഇവിടെ നമ്മൾ 6 മണിക്കേ പോകുള്ളൂ. ആ കിടക്കുന്നതാണ് സൗരാഷ്ട്ര ജനത എക്സ്പ്രസ്. ബോംബെ എന്നുള്ള മോസ്റ്റ് പോപ്പുലർ ട്രെയിൻസിലൊന്നാണ്. ഈ സാധനത്തിന് ഞാൻ ഒരിക്കൽ ടിക്കറ്റ് നോക്കിയപ്പോൾ 2 മാസം മുമ്പ് തന്നെ ടിക്കറ്റിലായിരുന്നു. ഭഗത് കി കോട്ടയുടെ 38686 ആണല്ലോ, ഇപ്പോൾ 688 ആണല്ലോ. എക്സ്ട്രീംലി പോപ്പുലർ വണ്ടിയാണ്. ടിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ് ഈ വണ്ടിക്ക്. എന്നാൽ തിരിച്ച് എൻ്റെ സീറ്റിലോട്ട് പോവാം, സീറ്റിനെ രക്ഷിക്കണമല്ലോ. നമ്മളങ്ങനെ കേശോദ് സ്റ്റേഷനിലേക്ക് എത്തി. ചെറിയ റേക്കായുണ്ട്, ഏറ്റവും ഫ്രണ്ടിലെത്തുമ്പോഴാണ് തിരക്ക് കാണാം. ആകെ 11 കോച്ചുള്ള റേക്കാണ്. അത് ഇവരെ ഈ ഷോർട്ട് റേക്കാണ്ട് പ്ലാറ്റ്ഫോം നടുക്കും നിർത്തുന്നില്ല, അറ്റത്ത് സ്റ്റാർട്ടർ വരെ പോയി തന്നെ നിർത്തുന്നത്. അസാധ്യ വരവായിരുന്നു കേട്ടോ. മാലിന്യ ഹട്ടിന കഴിഞ്ഞിട്ട് 110 സ്റ്റേബിളായിട്ട് പിടിക്കുമായിരുന്നു വണ്ടി. പകൽ യാത്രയാണെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്തു നമ്മൾ. അമ്മാരി വരവാണ് വന്നത്. നിറച്ച ആൾക്കാർ കയറാണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം പുറപ്പെടാറായപ്പോഴാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ അനൗൺസ്മെൻറ്റ് വന്നത്. വണ്ടി കറക്റ്റ് ടൈമിന് ഓടുന്നത് 2 മണിക്ക് 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. അടിപൊളിയാണ് ഇവിടുത്തെ അനൗൺസ്മെൻറ്റ് സിസ്റ്റം. ഇപ്പോൾ വണ്ടി ഫുള്ളായിട്ടോ, പാക്ഡായി, എല്ലാ സീറ്റിലും ആളായി, മുകളിലൊക്കെ ആൾക്കാരായി. കണ്ടോ, മുകളിലും ഒക്കെ ആൾക്കാരായി, വണ്ടി ഫുള്ളായി. നല്ല ലൈറ്റിങ് കേട്ടോ ഈ പ്ലാറ്റ്ഫോമിൽ, നല്ല വെളിച്ചമുണ്ട്. കേശോദ് അത്യാവശ്യം വലിയൊരു ടൗണാണ്. നമുക്ക് വലിയ ടൗണുകളൊന്നുമില്ല, ചെറിയ ചെറിയ 3 സ്റ്റേഷനുകളുണ്ട്. ഇനി ബഡോദർ, ലുഷാല, ബന്ദ്രനാഥ്, ഷാപ്പൂർ 4 സ്റ്റോപ്പുകളുണ്ട് ജുനാഗഡ് എത്തുന്നത്. നമ്മൾ 6:48 ജുനാഗഡ് ഷെഡ്യൂൾഡ് അറൈവൽ ടൈം. എത്തുമോ നമുക്ക് നോക്കാം. നമ്മുടെ അടുത്ത സ്റ്റേഷന് ബഡോദറിലേക്ക് എത്തിക്കാം. ബഡോദർ ഇപ്പോൾ തീരെ വിളിച്ചില്ല, ഹോൾട്ട് സ്റ്റേഷൻ തോന്നുന്നത്. ഒരു ചെറിയ ഹട്ടേ ഉള്ളൂ ഇവിടെ. ഹോൾട്ടാണ്, കാര്യം ഗ്രൗണ്ട് ലെവലാണ് പ്ലാറ്റ്ഫോമൊക്കെ. ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ 23 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത്യാവശ്യം തണുപ്പുണ്ട്.
നമ്മൾ ബന്ദ്നാഥ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്താം. ഞാൻ നേരത്തെ ക്യാപ്ചർ വഡോദര കഴിഞ്ഞ് ലുഷാല എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയായിരുന്നു. അവിടെ ലെഫ്റ്റ് സൈഡിലായിരുന്നു പ്ലാറ്റ്ഫോം. അതുകൊണ്ട് ഞാനത് ക്യാപ്ചർ ചെയ്തില്ല. നമ്മൾ ബന്ദ്നാഥ് എന്ന് പറഞ്ഞ അടുത്ത സ്റ്റേഷനിലേക്ക് എത്താണ്. ഇവിടെ ലെവൽ ക്രോസിന് കുറുകെ നമ്മൾ നിൽക്കുന്നത്. നേരം വെളുത്തു തുടങ്ങി. അവിടെ ഇപ്പോൾ കാണാൻ നമുക്ക് ചെറുതായിട്ട് ഗോൾഡൻ കളർ വന്നു തുടങ്ങി. സൂര്യൻ പുറത്ത് വരാറായി. കുറച്ചധികം നേരം വണ്ടി കടന്നിട്ട് എടുത്ത കേട്ടോ. എനിക്കൊരു സംശയം, ഇവിടെ ഈ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഗാർഡ് തന്നെയാണോന്ന്. അത്രയും നേരം കടന്നു വണ്ടി. ഇതിന് മുമ്പിലത്തെ ഹോൾഡ് സ്റ്റേഷൻ വഡോദരയിലത് വണ്ടി കുറേ നേരം കടന്നായിരുന്നു. ഇപ്പോൾ ഇവിടെയും കുറേ നേരം കടന്നു. അപ്പോൾ ഞാൻ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഗാർഡ് തന്നെയാണ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അല്ലാണ്ട് ഇവിടെ ടിക്കറ്റ് ചെയ്യാൻ ഹോൾഡ് ഏജൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ വണ്ടി നിന്നായിട്ട് ഗാർഡിന് ടിക്കറ്റ് കൊടുത്തിട്ടാണ് ആളെ കയറ്റുന്നത്. അങ്ങനെയാണോ എന്നൊരു സംശയം എനിക്ക്. എനിക്കൊന്നും നമ്മൾ ജുനാഗഡ് എത്തുമ്പോഴേക്കും നേരം വെളുക്കും, സൂര്യൻ പുറത്ത് വരും തോന്നുന്നു. ഈ പാലം ഇന്നത്തെ വീഡിയോയിൽ മിസ്സായി പോയായിരുന്നു. ഷാപ്പൂരാണ് തോന്നുന്നത്. ഇവിടെ പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്. ഇതാണ് ഷാപ്പൂർ. എന്തിൻ്റെ ഫാക്ടറി എന്നറിയില്ല. ബാക്ക്ഗ്രൗണ്ട് നല്ല പുകയുണ്ട്. പക്ഷെ കണ്ടിട്ട് എന്തൊരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് പോലെ ഉണ്ട്. അതായത് ഈ ഗ്രെയിൻസ് ഒക്കെ പ്രോസസ്സ് ചെയ്യില്ലേ, അങ്ങനത്തെ ഒരു യൂണിറ്റാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എൻ്റെ സൈഡിൽ ടാങ്കും സിലോസൊക്കെ ഉണ്ട്, അങ്ങനെ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നേരം വെളുത്ത് വന്നു തുടങ്ങി. നമ്മളിപ്പോൾ ഏകദേശം ജുനാഗഡ് എത്താറായി. ഇവിടെ പൊതുവെ ആൾക്കാർ അപ്പാർട്ട്മെൻറ്റുകളാണ് അതുകൊണ്ട് പ്രിഫർ ചെയ്യുന്നത്. ചെറിയ വീടുകൾ ഞാനങ്ങനെ വളരെ റെയറായിട്ട് കണ്ടിട്ടുള്ളൂ. മിക്കവാറും എല്ലാവരും ഇങ്ങനെ വലിയ വലിയ അപ്പാർട്ട്മെൻറ്റ്സ് പോലെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് സ്റ്റൈലാണ് തോന്നുന്നത് ഈ സംസ്ഥാനത്ത്. ഇത് കണ്ടോ, അത്യാവശ്യം വലിയൊരു ടൗണാണ് ജുനാഗഡ്. ഒരു ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സും കൂടിയാണ്. അവിടെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളുണ്ട്. ഗുഹ, പാലസ്, മ്യൂസിയം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ജുനാഗഡിൽ. അപ്പോൾ ജുനാഗഡ് സത്യം പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് വിസിറ്റിനെ പറ്റിയ ഒരു സ്ഥലമാണ്. നമുക്ക് നാട്ടിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ജുനാഗഡ്, വെരാവൽ, സോംനാഥ് കൂടി കമ്പൈൻ ചെയ്ത് വരാമെന്നാണ്.
കൂടാതെ റൈറ്റ് സൈഡിൽ കാണുന്ന മലനിരകളുടെ മുകളിലായിട്ട് ഗിർനാർ എന്ന് പറഞ്ഞ എന്തോ ഒരു സ്ഥലമുണ്ട്. അതൊരു ട്രക്കിംഗ് പ്ലേസ് ആണത്. ഇതാണ് ജുനാഗഡ് ബസ് സ്റ്റാൻഡ്. നമ്മളിപ്പോൾ ഏകദേശം 80-85 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ മീറ്റർ ഗേജ് ട്രാക്ക് കാണാൻ പറ്റുമല്ലോ. ആ പോയതാണ് മീറ്റർ ഗേജ് ട്രാക്ക്. അതുവഴി തിരിച്ചു പോകാനാണ് എൻ്റെ ഒരു പ്ലാന്. നമ്മൾ ടൈം ടേബിളൊക്കെ നോക്കി ട്രെയിൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വന്നു. പിന്നെ നമ്മളെ പറ്റിക്കില്ലെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നേരം വെളുത്തു വന്നു നോക്കിക്കും. സമയം ഇപ്പോൾ 6:49. ട്രെയിൻ ഇവിടെ ബിഫോർ ടൈമാണ്. ഇതാ വരുന്നു മീറ്റർ ഗേജ് ട്രാക്ക്. ഈ ട്രാക്ക് വഴി നമുക്കിനി യാത്ര തുടരാം തിരിച്ച് വരാവിലേക്ക്. അവിടെ മീറ്റർ ഗേജ് ട്രെയിനും എൻജിനൊക്കെ കിടപ്പുണ്ട്. സർവീസ് ഉണ്ട് എന്ന് ഞാൻ ഉറപ്പാക്കുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 1 കയറുന്നു. ഇതാണ് ജുനാഗഡ്. ഇതോ അവിടെ മീറ്റർ ഗേജ് ട്രെയിൻ നടക്കുന്നുണ്ടോ? കണ്ടോ? ഈ ട്രെയിൻ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങോട്ട് വന്നിരിക്കുന്നത്. YDM 46394. ഇത് അടുത്ത വീഡിയോയിൽ. വെരാവൽ ജുനാഗഡ് എന്നാണ് ബോർഡിൽ. നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കണം. കാരണം എൻജിൻ്റെ ആ ഒരു സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ. ഇവിടെ നല്ല ഭീകര തിരക്ക് കയറാനുള്ളത് ഈ വണ്ടിയിലോട്ട്. ഞാൻ പറഞ്ഞത് വലിയ ടൗണാണ്. ഞാൻ റെക്കോർഡിങ് കൂടെ നിർത്തിയിട്ട് ബാക്കി ഇറങ്ങിയിട്ട് പറയാം. അപ്പം അങ്ങനെ 6:51 നമ്മൾ ജുനാഗഡിലെത്തി. ഇവിടുന്ന് വണ്ടി ഫുള്ളായി പാക്ഡാവാണ്. വണ്ടി ഇവിടുന്ന് നിറഞ്ഞ കണ്ട ഇടിച്ച് കയറുന്നുള്ളൂ ആൾക്കാർ ഇപ്പോഴും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഇല്ലാണ്ട് നമ്മൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ ഒരു മീറ്റർ ഗേജ് യാത്രയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അടുത്ത വീഡിയോയിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പുതിയ വീഡിയോയിൽ പറയാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസൊക്കെ രേഖപ്പെടുത്തുക. നമുക്കെന്നാൽ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you in the very next video. Bye-bye.